ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റ് മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ്. ഇതിൽ നമ്മൾ മണി പ്ലാന്റ്, അതേപോലെ CC പ്ലാന്റും സക്കുലന്റ് വെറൈറ്റിയും പീസ് ലില്ലിയുടെ 2-3 വെരിഗേറ്റഡ് പ്ലാന്റ് ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നല്ല പ്ലാന്റ്സും ഉണ്ട്, ചിലതിൽ ചെറിയ രീതിയിലുള്ള ഡാമേജ് ഉള്ള പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇന്നത്തെ ക്ലിയറൻസ് സെയിലില് ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഡാമേജ് ഒന്നും ഇല്ലാതെ നമുക്ക് സെയിലിന് വന്നതിൽ ബാക്കി 2 പീസ് 1 പീസ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന പ്ലാന്റ്സ് ആണ് ആദ്യം കാണിക്കുന്നത്. ലാസ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ ചെറിയ ഡാമേജ് ഉള്ള പ്ലാന്റ്. അത് നമ്മുടെ സക്കുലന്റിനാണ് ചെറിയൊരു ഡാമേജ് ഉള്ളത്. അപ്പൊ ഇതിപ്പോ കാണിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് ലാസ്റ്റ് വരുന്ന ഓരോരോ പീസ് അങ്ങനത്തെ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് അതിൽ ഈ CC പ്ലാന്റിന്റെ ഗ്രീൻ വെറൈറ്റി ആണ്. ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ 265 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ക്ലിയറൻസ് സെയിൽ ഇതിന്റെ റേറ്റ് വരുന്നത് 255 രൂപയാണത്. ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത്. ഇതിലൊരു 3 പ്ലാന്റോളം വരുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. റേറ്റ് 255. ഇത് ഒരു ഒറ്റ സിംഗിൾ പീസേ ഉള്ളൂ. രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മുടെ മാർബിൾ പോത്തോസിന്റെ ബുഷി പോട്ടിൽ ലാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ്. ഇത് വന്നിട്ട് നമ്മൾ 170 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ്. ഇത് ഇത്രയും ബുഷിയായിട്ട് ഒരുപാട് ഷൂട്ട്സ് ഉള്ള പ്ലാന്റ് ആണ്. ഇതിന്റെ റേറ്റ് 145 രൂപയാണ് വരുന്നത്. അതുപോലെ നമ്മുടെ എൻജോയ് പോത്തോസിന്റെ 2 പ്ലാന്റ്സ് ഉണ്ട്. ഈ 2 പ്ലാന്റേ ഉള്ളൂ. ഇതും 165 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ്. ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 145 രൂപയുള്ളൂ. ഈ 2 പീസാണുള്ളത്. പിന്നെ സിൽവർ സാറ്റിന്റെ ചെറിയൊരു പ്ലാന്റ് ഉണ്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഈ ഒരു ഇതില് ഒരു 2-3 പ്ലാന്റ്സ് വരെ ഉണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ്. സിൽവർ സാറ്റിന്റെ പ്ലാന്റ് ആണ്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡൻ പോത്തോസിന്റെ 2 പ്ലാന്റ്സ് ഇരിപ്പുണ്ട്. ഒന്ന് ഇതേപോലെ നല്ല ലെങ്ത് ആയിട്ടുള്ളതും ഒന്ന് ഇങ്ങനത്തെ പ്ലാന്റും ആണ്. ഇത് നമ്മൾ 145 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ്. ക്ലിയറൻസ് സെയിലിൽ ഇതിന്റെ റേറ്റ് വരുന്നത് 125 രൂപയാണ്. ഈ ഒരു സൈസൊക്കെയാണ് 2 പ്ലാന്റ് ആണുള്ളത്. അടുത്തതെന്ന് പറയുന്നത് നിയോൺ പോത്തോസിന്റെ 2 പ്ലാന്റ്സ് ഉണ്ട്. ഇതും 145 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റ് ആണ്. റേറ്റ് വരുന്നത് 125 രൂപയാണ്. അടുത്ത നമ്മൾ അഗ്ലോണിമയുടെ തന്നെ വിദൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ട്. ഇത് വിദൂരിയുടെ പ്ലാന്റ്സ് നമ്മൾ വേറെ ഉണ്ട്, പക്ഷെ ഇത് കുറച്ച് സൈസ് ചെറുതായതുകൊണ്ടിട്ട് അത് ക്ലിയറൻസ് സെയിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഈ ഒരു സൈസിലുള്ള ഈ വിദൂരിയുടെ റേറ്റ് 250. ഇത് നമ്മൾ 280 സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതിന് 250 ആണ് റേറ്റ് വരുന്നത്. അടുത്ത നമ്മുടെ പീസ് ലില്ലി വെരിഗേറ്റഡിന്റെ ഒരു 3 പ്ലാന്റ് നമുക്ക് ബാലൻസ് ഉണ്ട്. അപ്പൊ വെരിഗേറ്റഡ് എന്ന് പറയുമ്പോൾ ലീഫിൽ ഇതേപോലെ വൈറ്റ് കളർ കയറി വരുന്നതാണ്. നമ്മൾ ഈ ഒരു പ്ലാന്റ് 50 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിപ്പോ ഒരു സിംഗിൾ പ്ലാന്റ് ആയിട്ട് ആർക്കെങ്കിലും വേണമെങ്കിലാണെങ്കിൽ ഒരു പ്ലാന്റിന് 40 രൂപയും 3 പ്ലാന്റ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ 110 രൂപയും. സിംഗിൾ പ്ലാന്റ് ആയിട്ടാണെങ്കിൽ 40 രൂപ. അങ്ങനെ 3 പീസിനാകുമ്പോൾ 120 രൂപയാവും. 3 ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ 110 രൂപ. ശരിക്കും പറഞ്ഞാൽ 50 രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത്രയും പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത പ്ലാന്റ്സ് ആണ്. ഇനി ലാസ്റ്റ് നമുക്ക് കാണിക്കാവുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സക്കുലന്റ്, സീബ്ര സക്കുലന്റിന്റെ പ്ലാന്റ്സ് ആണ്. അതിലൊരു 9 പീസ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ക്ലിയറൻസ് സെയിലിലാണ് ഇടുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഡാമേജ് ഉള്ള പ്ലാന്റ് ആണ്. ഡാമേജ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഈ ഒരു പ്ലാന്റ് ദൂരെ നിന്ന് നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. പക്ഷെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ലീഫിന്റെ അറ്റം വന്നിട്ട് ഒടിഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത് നമ്മൾ പ്ലാന്റ്സ് നമുക്ക് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് നമുക്ക് സെയിലിനായിട്ട് കൊണ്ടുവരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിയിട്ട് ഇതിന്റെ അറ്റം ഇതുപോലെ ഒടിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു 9 പീസ്. അതിൽ ചിലതിലാണ് ഒരുപാട് എണ്ണം, ഇതുപോലെ ഒരുപാട് ഒടിവുകളുള്ളത്. ചിലതിലൊന്നും വലുതായിട്ടില്ല. പിന്നെ ചിലതിലൊക്കെ ഇതേപോലെ കുഞ്ഞു പ്ലാന്റ്സ് കൂടെ വരുന്നുണ്ട്. ഈ ഒരു സൈസ്, പിന്നെ ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 215 രൂപയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ്. നമ്മൾ ക്ലിയറൻസ് സെയിലിൽ ഇട്ടിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് 150 രൂപയാണ് ഈ ഒരു പ്ലാന്റിന്. കാണുമ്പോൾ വലിയ ഇതായിട്ട് തോന്നത്തില്ല, പക്ഷെ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ അതിന്റെ ഇലകൾക്ക്
ഡാമേജ് ഉള്ളതായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് ഇത് ഡാമേജ് ഉള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട്. കാരണം കയ്യിൽ കിട്ടിയിട്ട് ഇല ഒടിഞ്ഞതാണ് ഞങ്ങൾ തന്നതെന്ന് പറയരുത്. എടുത്ത് ഞാൻ ഇതിൽ പറയുന്നുണ്ട്, അടുത്ത് നിങ്ങൾക്ക് കാണിച്ചും തരുന്നുണ്ട്. ഇത് ക്ലിയർ ആയിട്ട് കണ്ടിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു 9 പീസ് ഏകദേശം എല്ലാത്തിലും അതുപോലെ തന്നെയാണ്. ഇലയുടെ അറ്റം വന്നിട്ട് ചെറുതായിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, റൂട്ടിനൊന്നും ഡാമേജ് ഒന്നുമില്ല, പ്ലാന്റ്സിന് വേറെ ഡാമേജ് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒന്നുകൂടെ പറയാം. 150 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ ക്ലിയറൻസ് സെയിലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സ് മാത്രമാണ് ഉള്ളത്, എക്സ്ട്രാ പീസസ് ഒന്നും ഇല്ല. ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞതാണ്. കാരണം നമുക്ക് ബാലൻസ് വന്ന 1-2 പ്ലാന്റ്സും അതേപോലെ ഇതേപോലെ ഡാമേജ് വന്ന പ്ലാന്റ്സും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിംഗിൾ പീസുകളൊക്കെ എല്ലാം ഉള്ളൂ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. ആ സക്കുലന്റിന്റെ കാര്യം മറക്കണ്ട, അത് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നിങ്ങൾ ഓർഡർ ചെയ്യുക. അപ്പോൾ വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് വാങ്ങിക്കോളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല ചെടികളെയൊക്കെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.